ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമി എന്ന നമ്മുടെ ചാനൽ കാണുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു സംശയം തീർത്തു തരലാണ്. ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, സർ, വെൻ ഐ എൻറ്റേർഡ് ദ റൂം ഐ ഹിയേർഡ് എ സൗണ്ട്. ഇത് തന്നെ ആസ് ഐ എൻറ്റേർഡ് ദ റൂം ഐ ഹിയേർഡ് എ സൗണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ അർത്ഥം തോന്നും. അതായത് ഞാൻ ആ റൂമിൽ ചെന്ന ഉടനെ ഒരു ശബ്ദം കേട്ടു എന്നതാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. പക്ഷേ വെന്ന് വെച്ചപ്പോഴും ആസ് വെച്ചപ്പോഴും അർത്ഥങ്ങൾക്ക് ചെറിയ ഒരു മാറ്റമുണ്ട്. ഈ ചെറിയൊരു മാറ്റം നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ കഴിയും? വെൻ ഐ എൻറ്റേർഡ് ദ റൂം ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്. ആസ് ഐ എൻറ്റേർഡ് ദ റൂം ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് വെൻ വെച്ച് തുടങ്ങി, ഒന്ന് ആസ് വെച്ച് തുടങ്ങി. രണ്ടും റൂമിലേക്ക് പ്രവേശിക്കുകയാണ് സംഭവിച്ചിട്ടുള്ളത്, ഉള്ളിലേക്ക് കടക്കുകയാണ് സംഭവിച്ചിട്ടുള്ളത്. കേട്ടിട്ടുണ്ട് ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്. ഇവിടെയും ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്. മാറ്റം അപ്പോൾ എവിടെയാണ്? ഒന്ന് വെന്നും ഒന്ന് ആസും, അല്ലേ? ഇത് രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? വെൻ ഐ എൻറ്റേർഡ് ദ റൂം, അല്പം നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. റൂമിൽ കടന്നതിന് ശേഷമാണ് എന്ത് കേട്ടത്? ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്. ഞാൻ റൂമിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് എന്ത് കേട്ടത്? ശബ്ദം കേട്ടത്. അപ്പോൾ പ്രവേശിച്ച് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് കേൾക്കുക? ശബ്ദം കേൾക്കുക. ഈ ആസ് വയ്ക്കുമ്പോൾ ആസ് ഐ എൻറ്റേർഡ് ദ റൂം ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്. അപ്പോൾ ഞാൻ പ്രവേശിച്ച് അപ്പം തന്നെയാണ്, അതായത് പ്രവേശിക്കലും ശബ്ദം കേൾക്കലും ഒപ്പം. അതാണ് ആസ് വരുമ്പോഴുള്ള വ്യത്യാസം. വെന്ന് വരുമ്പോൾ വന്നു പിന്നീടാണ് എന്ത് കേൾക്കുന്നത്? ശബ്ദം കേട്ടത്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ എന്തില്ല? ആ ഒരു സമയത്തിൻ്റെ ഗ്യാപ്പ് ഇല്ല. ആസ് ഐ എൻറ്റേർഡ് ദ റൂം, ഞാൻ റൂമിലേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ഹിയേർഡ് എ ലൗഡ് നോയ്സ്, വലിയൊരു ശബ്ദം കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഞാൻ റൂമിലേക്ക് പ്രവേശിച്ചു, അതിന് ശേഷമാണ് എന്ത് കേൾക്കുന്നത്? ഐ ഹിയേർഡ് ആ ലൗഡ് നോയ്സ്. ഇപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ വെന്ന് വരുമ്പോൾ ഒരല്പം നേരത്തെ കഴിഞ്ഞതും ആസ് ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ സംഭവിച്ചതുമാണ് അർത്ഥം വരിക. വ്യത്യാസം മനസ്സിലായല്ലോ? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനമാണ്. വെന്ന് വരുമ്പോൾ അല്പം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, ആസ് വരുമ്പോൾ ഇതും റൂമിലേക്ക് പ്രവേശിക്കുകയും ശബ്ദം കേൾക്കുകയും ഒരേ സമയം തന്നെ നടന്നിട്ടുണ്ട്. അടുത്ത ഉദാഹരണം നോക്കൂ. വെൻ ഷീ സോ ഹിം. വെൻ ഷീ സോ ഹിം ഷീ ക്രൈഡ് റണ്ണിങ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവൾ അവനെ കണ്ട ഉടനെ അവൾ കരഞ്ഞുകൊണ്ട് ഓടി. അവൾ അവനെ കണ്ട ഉടനെ കരഞ്ഞുകൊണ്ട് ഓടി. വെന്ന് പകരം ഞാനിവിടെ ആസ് വെച്ചിട്ടുണ്ട്. ആസ് ഷീ സോ ഹിം, അവൾ അവനെ കണ്ട ഉടനെ ഷീ ക്രൈഡ് റണ്ണിങ്, അവൾ കരഞ്ഞുകൊണ്ട് ഓടി. അപ്പോൾ ഇതെൻ്റെ വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വെൻ ഷീ സോ ഹിം, അവൾ അവനെ കണ്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് നേരമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, ഇനി എന്ത് വേണം ഈശ്വര, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് ശേഷമാണ് ഷീ ക്രൈഡ് റണ്ണിങ്, അതിന് ശേഷമാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്? കരഞ്ഞുകൊണ്ട് ഓടിയിട്ടുള്ളത്. ആസ് വയ്ക്കുമ്പോൾ എന്ത് വരും? കാണലും കരച്ചിലും ഓട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. ആസ് ഷീ സോ ഹിം, അവൾ കണ്ട ഉടനെ അവൾ എന്ത് ചെയ്തു? ഒരൊറ്റ ഓട്ടം കരഞ്ഞുകൊണ്ട്. ഇവിടെ വരുമ്പോൾ അവൾ അവനെ കണ്ടിട്ടുണ്ട്, കുറച്ച് നേരം കിട്ടിയിട്ടുണ്ട്, അതിന് ശേഷമാണ് അവൾ കരഞ്ഞുകൊണ്ട് ഓടുന്നത്. ഇവിടെ കാണലും കരഞ്ഞോടലും ഒരേ സമയത്ത് നടന്നിട്ടുണ്ട് ആസ് വയ്ക്കുമ്പോൾ. വെന്ന് വരുമ്പോൾ ഒരല്പം നേരത്തെ സമയം കിട്ടിയിട്ടുണ്ട്. ഇതാണ് വ്യത്യാസം. വെൻ ഷീ സോ ഹിം ഷീ ക്രൈഡ് റണ്ണിങ്. ആസ് ഷീ സോ ഹിം ഷീ ക്രൈഡ് റണ്ണിങ്. വെൻ ദേ പാസ്ഡ് +2 they treated me.
ആസ് ദേ പാസ്ഡ് പ്ലസ് ടു ദേ ട്രീറ്റഡ് മീ. ഇവിടെ വെൻ ദേ പാസ്ഡ് പ്ലസ് ടു ദേ ട്രീറ്റഡ് മീ എന്നും അടിയിൽ ആസ് ദേ പാസ്ഡ് പ്ലസ് ടു ദേ ട്രീറ്റഡ് മീ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്ന പോലെ തന്നെ നമുക്ക് നോക്കണം. അവർ പ്ലസ് ടു പാസ്സായ ഉടനെ അവർ എനിക്ക് ചിലവ് ചെയ്തു. അവർ പ്ലസ് ടു പാസ്സായ ഉടനെ അവരെനിക്ക് ചിലവ് ചെയ്തു. പക്ഷെ ഇവിടെ വെന്നും ഇവിടെ ആസും വന്നിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വെന്ന് ഇവിടെ പാസ്സായി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം എനിക്ക് ചിലവ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ വരുമ്പോൾ പാസ്സായ റിസൾട്ട് അറിയലും ഉടനെ തന്നെ ചെയ്യുന്നു, കടയിൽ കയറി സാധനമൊക്കെ മേടിച്ച് ചിലവ് അടിപൊളി. ഇത് ഇത്തിരി നേരം പിടിക്കും, ഇത് ഉടനെ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. വെൻ ദേ പാസ്ഡ് പ്ലസ് ടു ദേ ട്രീറ്റഡ് മീ. അവർ പാസ്സായ ഉടനെ ഞങ്ങൾക്ക് ചിലവ് ചെയ്തു. പക്ഷെ ഇവിടെ സമയം കുറച്ച് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. സ്കൂളിൽ പോയി അല്ലെങ്കിൽ റിസൾട്ട് അറിഞ്ഞ് ഇൻ്റർനെറ്റ് കഫേ പോയി റിസൾട്ട് അറിയുന്നു, വീട്ടിൽ വരുന്നു, കാശ് എടുക്കുന്നു, പോകുന്നു, കൂട്ടുകാരൊക്കെ വിളിച്ച് വരുത്തുന്നു, അപ്പോൾ സമയം കിട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടുകാരൊക്കെ നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടാവും, റിസൾട്ട് നോക്കുന്നു, പാസ്സായടാ വാടാ അടിച്ച് പൊളിച്ച് ചിലവ് ചെയ്യുന്നു. അപ്പോൾ ഇതിനല്പം നേരമുണ്ട്. വെന്ന് വരുമ്പോൾ ആസ് വരുമ്പോൾ തൊട്ടടുത്തായിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. വെൻ ദേ പാസ്ഡ് പ്ലസ് ടു ദേ ട്രീറ്റഡ് മീ. ആസ് ദേ പാസ്ഡ് പ്ലസ് ടു ദേ ട്രീറ്റഡ് മീ. വെൻ ദ dead body was buried, I left the place. As the dead body was buried, I left the place. ഇതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു വാസ് ചേർത്തിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് വാസ് ചേർക്കാൻ കാരണം? ഡെഡ് ബോഡി ബറി ചെയ്യൂ അല്ലെങ്കിൽ ഡെഡ് ബോഡിയെ ബറി ചെയ്യൂ, കുഴിച്ചു മൂടുക കേട്ടോ. ശവം മറവ് ചെയ്യുമോ, ശവത്തിനെ മറവ് ചെയ്യുമോ? അതൊരു ഇംഗ്ലീഷിൽ കുഴയ്ക്കുന്നൊരു പ്രശ്നമാണ് അല്ലേ. വീട് പെയിൻ്റ് അടിക്കുമോ, വീടിനെ പെയിൻ്റ് അടിക്കുമോ? കാറ് വാങ്ങുമോ, കാറിനെ വാങ്ങുമോ? ഇവിടെ ചെയ്യാനൊരാൾ വേണം അല്ലേ. ശവം മറവ് ചെയ്യാനൊരാൾ വേണം. ഇവിടെ ആളില്ല. അപ്പോൾ ഡെഡ് ബോഡിയെയാണ് നമ്മൾ ആരാക്കുന്നത്, സബ്ജക്റ്റ് ആക്കുന്നത്, കർത്താവാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമി സാർ അല്ലെങ്കിൽ വാസ് വേറെ ചേർക്കണം. കഴിഞ്ഞ് പോയതുകൊണ്ട് മറവ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വാസ് ചേർത്തത്. വെൻ ദ ഡെഡ് ബോഡി വാസ് ബറീഡ്, ശവത്തിനെ മറവ് ചെയ്ത ഉടനെ ഐ ലെഫ്റ്റ് ദ പ്ലേസ്, ഞാൻ സ്ഥലം വിട്ടു. ആസ് ദ ഡെഡ് ബോഡി വാസ് ബറീഡ് ഐ ലെഫ്റ്റ് ദ പ്ലേസ്, ശവം മറവ് ചെയ്ത ഉടനെ ഞാൻ സ്ഥലം വിട്ടു. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു? ശവം മറവ് ചെയ്ത് കുറച്ച് നേരം വിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമായിരിക്കും പോന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെയോ ശവം മറവ് ചെയ്യലും സ്ഥലം വിടലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് വെന്നും ആസും വരുമ്പോഴുള്ള വ്യത്യാസം. വെൻ ദ ഡെഡ് ബോഡി വാസ് ബറീഡ് ഐ ലെഫ്റ്റ് ദ പ്ലേസ്. നമ്മൾ ശവത്തിനെ മറവ് ചെയ്ത ഉടനെ അപ്പം തന്നെ ആയിരിക്കില്ല, കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടാവും, ഞാൻ സ്ഥലം വിട്ടു. ആസ് ദ ഡെഡ് ബോഡി വാസ് ബറീഡ് ഐ ലെഫ്റ്റ് ദ പ്ലേസ്. ഇത് ശവം മറവ് ചെയ്യലും സ്ഥലം വിടലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയോ ഒരല്പം നേരം കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒരേ അർത്ഥമാണല്ലോ. പക്ഷേ ഈ വെൻ വരുമ്പോൾ ഒരല്പം നേരത്തെ കിട്ടിയിട്ടുണ്ടാവും, ഇതോ ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതാണ് വ്യത്യാസം. വെൻ ഷീ ടുക്ക് ഫുഡ് ഷീ ഫെൽറ്റ് നൗസിയ. ആസ് ഷീ ടുക്ക് ഫുഡ് ഷീ ഫെൽറ്റ് നൗസിയ. എന്താണ് നൗസിയ? ഓക്കാനും വരിക, ഛർദിക്കല്ല, ഓക്കാനും ഇങ്ങനെ വരില്ല, നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് തള്ളിപ്പുറത്തേക്ക് വരില്ല. വെൻ ഷീ ടുക്ക് ഫുഡ്, അവൾ ഭക്ഷണം കഴിച്ച ഉടനെ അവൾക്ക് എന്ത് തോന്നി? ഓക്കാനം തോന്നി, ഓക്കാനം വന്നു. ആസ് ഷീ ടുക്ക് ഫുഡ് ഷീ ഫെൽറ്റ് നൗസിയ. ഭക്ഷണം കഴിച്ച ഉടനെ അവൾക്ക് ഓക്കാനം വന്നു. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. ഇവിടെ ഭക്ഷണം കഴിഞ്ഞു, നമുക്ക് കുറച്ച് നേരത്തിന് ശേഷമാണ് എന്ത് വരുന്നത്? ഓക്കാനം വരുന്നത്. ഇവിടെ ഭക്ഷണം കഴിച്ച് തീരലും ഒപ്പം തന്നെ ഓക്കാനവും വരും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ ഭക്ഷണം കഴിഞ്ഞു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റിന് ശേഷമായിരിക്കാം എന്ത് തോന്നുക? ഇങ്ങനെ മനം പുരട്ടലും അങ്ങനെ പറയും, നമ്മളിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു മിസ്റ്റൊക്കെ ഉണ്ടാവാം, അങ്ങനെ ഓക്കാനിക്കും. ഇവിടെയോ ഭക്ഷണം കഴിച്ച് തീരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവൾക്ക് ഓക്കാനം വന്നു. വെൻ ഷീ ടുക്ക് ഫുഡ് ഷീ ഫെൽറ്റ് നൗസിയ. അവൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ അവൾക്ക് ഓക്കാനം വന്നു. ഇവിടെ കുറച്ച് സമയം ഗ്യാപ്പ് വരുന്നുണ്ട്. ആസ് ഷീ ടുക്ക് ഫുഡ് ഷീ ഫെൽറ്റ് നൗസിയ. അവൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ, അത് ഭക്ഷണം കഴിക്കലും
ഓക്കാനും വരലും ഒപ്പായിട്ടുണ്ട്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 1 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നതുവരെ ബായ്.